വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കാർത്തിക ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവ് ഹാജരാക്കാനായിട്ട് എൻ്റെ സുഹൃത്തായ പബ്ലിക് പ്രോസിക്യൂട്ടറിന് സാധിക്കാത്ത സ്ഥിതിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം വിധിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വിഷ്ണുവിന് നൽകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് താഴ്മയായിട്ട് അമീർ അബ്ദുള്ള പറയുകയാണ്. തുടർന്ന് ഡിഫൻസ് കൗൺസിലിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അർജുനാണെങ്കിൽ ആകെ അങ്ങ് വിഷമിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. വിഷ്ണു എല്ലാ പ്രതീക്ഷയും കൈവിട്ട അവസ്ഥയിൽ ആകെ തകർന്നിങ്ങനെ ആ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഫാമ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ മകൻ വിഷ്ണുവിനെ ശിക്ഷിക്കുമല്ലേ രോഹിത്തെ എന്നും പറഞ്ഞ് ഫാമയും ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. തുടർന്ന് നോ യുവർ ഓണർ എന്നിങ്ങനെ അർജുൻ നിസ്സഹായനായിട്ട് എണീച്ചെന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് എല്ലാ പ്രതീക്ഷയും കൈവിട്ട് നിൽക്കുകയാണ്. തുടർന്ന് അമീർ അബ്ദുള്ള ആണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് അർജുൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ സുഹൃത്തും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ തെളിവുകളും ഒന്നും ഇല്ലാത്തതിനാൽ പറയാനും സാധിക്കുന്നില്ല. 1ാം ക്ലാസ്സിൽ ജയിക്കാതെ 10ാം ക്ലാസ്സിൽ ഇരിക്കണം എന്ന് പോയി പഠിക്കണമെന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ചിരിക്കുന്നതായിട്ട് ഭാവിക്കുന്നുണ്ട് എല്ലാവരുമൊക്കെ. തുടർന്ന് അർജുൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, പിന്നെ എല്ലായ്പ്പോഴും ഈശ്വരൻ എൻ്റെ കൂടെ തന്നെയാണ്, പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എല്ലാം നേടാനായിട്ട് സാധിക്കും, എന്നെ കണ്ട് പഠിക്ക്, തികഞ്ഞ പോരാളി ഞാനാണ് എന്നൊക്കെ പറയുമ്പോൾ ശിഖണ്ഡിയെ മുൻനിർത്തി കളിക്കുന്നത് ഒരു പോരാളിയല്ല, പോരായ്മ തന്നെയാണ്, ഞാൻ അവസാന നിമിഷം വരെയും പോരാടുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അർജുനൻ തിരിച്ച് വെല്ലുവിളിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങ് അമീർ അബ്ദുള്ള പുച്ഛിച്ച് തള്ളുകയാണ്. എന്നിട്ട് അമീർ അബ്ദുള്ള തൻ്റെ സീറ്റിലേക്ക് പോയിരിക്കുന്നുണ്ട്. തുടർന്ന് ജഡ്ജി അങ്ങോട്ട് വിധി പ്രഖ്യാപിക്കുകയാണ്. പിന്നെ പ്രതിയാകണമെന്ന് ആരോപിക്കുന്ന വിഷ്ണുവിന് കാർത്തിക ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് ഹാജരാക്കാനായിട്ട് ഡിഫൻസ് കൗൺസിലിന് സാധിക്കാത്ത സ്ഥിതിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഓടിക്കൊണ്ടുവരികയാണ്. തെളിവുണ്ട് യുവർ ഓണർ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം അർജുനും വിഷ്ണുവും സത്യഭാമയ്ക്കും ഒക്കെ അങ്ങ് ആശ്വാസമാവുകയാണ്. തുടർന്ന് കോടതി മുറിയിലേക്ക് നടന്ന് കയറുന്ന ശാലിനി തെളിവുണ്ട്, ഞാൻ തെളിവ് ഹാജരാക്കാം യുവർ ഓണർ എന്നിങ്ങനെ പറയുമ്പോൾ അർജുന് പെട്ടെന്ന് പിടിവള്ളി കിട്ടിയല്ലോ. അർജുൻ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അർജുൻ പറയുകയാണ്, പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിൻ്റെ ഭാര്യയാണ്, ജില്ലാ കളക്ടറാണ്, PWD സാക്ഷി പട്ടികയിൽ ഈ ശാലിനിയുടെ പേര് കൂടി ചേർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഒബ്ജക്ഷൻ എന്നും പറഞ്ഞ് അങ്ങോട്ട് അമീർ അബ്ദുള്ള എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ ഒബ്ജക്ഷൻ ഓവർ റൂൾ എന്നും പറഞ്ഞ് ജഡ്ജി അമീർ അബ്ദുള്ളയെ അവിടെ ഇരുത്തുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ശിക്ഷ നൽകുന്നതിന് മുന്നേ കേസിന് നിർണായകമായ തെളിവുകൾ എന്തെങ്കിലും ഹാജരാക്കാനായിട്ട് ഒരാൾക്ക് സാധിക്കുമെങ്കിൽ PWD സാക്ഷി പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. 9ാമത്തെ സാക്ഷി പട്ടികയിലേക്ക് പേര് ചേർക്കുന്നു എന്ന് ജഡ്ജി അവിടെ പറയുമ്പോൾ അമീർ അബ്ദുള്ള നിസ്സഹായനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയും രോഹിത്തും വിഷ്ണുവും എല്ലാവരും പ്രതീക്ഷയിലിരിക്കുമ്പോൾ ചന്ദ്രബോസും മധുശ്രീയും ഒക്കെ ആകെ കുഴഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ സാക്ഷിക്കൂട്ടിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. സത്യവാചകമൊക്കെ ചൊല്ലിക്കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നിങ്ങനെ ജഡ്ജി ചോദിക്കുമ്പോൾ കാർത്തിക ജീവിച്ചിരിക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവ് നൽകാനായിട്ട് എനിക്ക് സാധിക്കും എന്നിങ്ങനെ ശാലിനി ഉറച്ച് ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. തുടർന്ന് വിഷ്ണു ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്, ശാലിനി വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്. സത്യഭാമ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ശാലിനി മുമ്പത്തെ സംഭവം ഇങ്ങനെ റീകളക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഗുണ്ടകൾ അവിടെ നോടി പോകുമ്പോൾ ശാലിനിയും അനുമല്ലവിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. അവർ പോയ ശേഷം ഒന്നല്ലാതെ ശാലിനി ഇങ്ങനെ കിണറ്റിലേക്ക് നോക്കുന്നുണ്ട്. ആ ഒരു തിരയിളക്കം ശ്രദ്ധിക്കുമ്പോൾ പിന്നെ കാർത്തിക അതിലുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുകയാണ്. തുടർന്ന് കാർത്തികയെ അവിടെ നിന്ന് എടുക്കുന്നൊന്നും കാണിക്കുന്നില്ല. പിന്നീട് ഒരു ഹോസ്പിറ്റൽ മുറിയാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ പരിചരണങ്ങളൊക്കെ കാർത്തികയ്ക്ക് നൽകുന്നതും പിന്നീട് കാർത്തികയുടെ കയ്യിൽ നിന്ന് ബുള്ളറ്റ് നീക്കം ചെയ്യുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. തുടർന്ന് കാർത്തികെ എന്നിങ്ങനെ ശാലിനി ആ സാക്ഷിക്കൂട്ടിൽ നിന്നുകൊണ്ട് വിളിക്കുമ്പോൾ അനുപല്ലവിയോടൊപ്പം കാർത്തിക കോടതി മുറിയിലേക്ക് വരികയാണ്. അന്നേരം ഇത് കണ്ട് എല്ലാവരും അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചന്ദ്രബോസ് അങ്ങ് അന്തം വിടുന്നുണ്ട്. മധുശ്രീ ആണെങ്കിൽ അന്തം വിട്ട് വായും പൊളിച്ച് അറിയാതെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയാണ് ഈ കാർത്തികയെ കണ്ടിട്ട്. തുടർന്ന് പിന്നെ കാർത്തികയും കൂടി സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കും എന്താണ് പറയാനുള്ളത് എന്നിങ്ങനെ ജഡ്ജി ചോദിക്കുന്നുണ്ട്. തുടർന്ന് കാർത്തിക സാക്ഷിക്കൂട്ടിലേക്ക് കയറുന്നു. ശാലിനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് ആകെ ശ്വാസം നേരെ വീഴുകയാണ്. വിഷ്ണു ശാലിനിയെ നോക്കി ചിരിക്കുന്നുണ്ട്. അതിനുശേഷം അനുപല്ലവിയും ശാലിനിയും കൂടി എല്ലാവരും ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് പോയിരിക്കുമ്പോൾ രോഹിത്ത് ശാലിനിയെ നോക്കി തലകുലുക്കി ചിരിക്കുകയാണ്. സത്യഭാമ ഇങ്ങനെ ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനിയും അവരോടൊപ്പം പോയിരിക്കുകയാണ്. തുടർന്ന് കാർത്തിക പറഞ്ഞു തുടങ്ങുന്നുണ്ട്, അവിചാരിതമായിട്ടാണ് ഞാൻ വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇവരുടെ ജീവിതം തകർക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നെ ചിലർ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. അങ്ങനെയൊക്കെയാണ്, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ആ പേര് കൂടി വ്യക്തമായിട്ട് പറയണമെന്നിങ്ങനെ അർജുൻ പറയുമ്പോൾ മധുശ്രീ എന്ന് പറയുകയാണ്. മധുശ്രീയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് എന്ന് പറയുകയാണ്. അതേസമയം ഈ കാർത്തിക പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ വായും പൊളിച്ചിങ്ങനെ മധുശ്രീ നിൽക്കുകയായിരുന്നല്ലോ. അന്നേരം ഇരിക്കടി എന്നും പറഞ്ഞ് ചന്ദ്രബോസ് പിടിച്ചിരുത്തുന്നുണ്ട്. അന്നേരമാണ് മധുശ്രീക്ക് ആ ഒരു പരിസരബോധം
അന്നേരം വരുന്നത്. തുടർന്ന് ഒബ്ജക്ഷൻ എന്നും പറഞ്ഞങ്ങോട്ട് അമീർ അബ്ദുള്ള എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അമീർ അബ്ദുള്ള പറയുകയാണ്, അപ്പോൾ കാർത്തികയെ പ്രതി ഭീഷണിപ്പെടുത്തിയതും ചോരപുണ്ട കത്തി അവിടെ നിന്ന് കണ്ടെടുത്തതുമൊക്കെ വെറുതെ അല്ലെന്നാണോ, കെട്ടിച്ചമച്ച കഥയെന്നാണോ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ അമീർ അബ്ദുള്ള ചോദിക്കുമ്പോൾ അതെ, അതൊരു തിരക്കഥ തന്നെയാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഇവിടെയുണ്ട്. കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കാർത്തിക് ഇവിടെ വന്ന് നിന്നിട്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും വെറുതെ തിരക്കഥ എഴുതിയുണ്ടാക്കിയ ഒരു അരങ്ങേറിയ ഒരു നാടകത്തിൻ്റെ ഇതിൽ വള്ളിയിൽ പിടിച്ചു തൂങ്ങുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആ ഒരു ചിന്താഗതിയിൽ എനിക്ക് അല്പം വിഷമമുണ്ട് എന്നിങ്ങനെ, ലജ്ജയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അമീർ അബ്ദുള്ളയുടെ വായടക്കിയാണ്. തുടർന്ന് അമീർ അബ്ദുള്ള അവിടെ പോയി ഇരിക്കുന്നുണ്ട്. തുടർന്ന് ഈ മധുശ്രീയിൽ നിന്നും എന്തൊക്കെ തിക്ത അനുഭവങ്ങളാണ് കാർത്തിക് ഉണ്ടായത് എന്നുള്ളത് വിശദീകരിച്ച് പറയാമോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് ആ ഗ്രീൻ റൂമിൽ അന്ന് കാർത്തികയെ ഫ്ലവർ വേസ് കൊണ്ട് തലക്കടിച്ചതും അതിനുശേഷം ആ ഒരു രഹസ്യ സംഗീതത്തിലേക്ക് കൊണ്ടുപോയതും അവിടെ കെട്ടിയിട്ടതും പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതും വെടികൊണ്ടതും എല്ലാം ഉൾപ്പെടെ കാർത്തിക അവിടെ വിശദമായിട്ട് വിവരിച്ച് പറയുന്നുണ്ട്. അന്നേരം മധുശ്രീ ഇങ്ങനെ തലകുനിച്ച് തന്നെ ഇരിക്കുകയാണ്. ചന്ദ്രബോസ് ആകെ ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവേട്ടൻ ഒരു പാവമാണ്, എന്നെ സഹായിക്കുകയേ ചെയ്തിട്ടുള്ളൂ. വിഷ്ണുവേട്ടൻ്റെ ഒരു സഹായ മനോഭാവം കൊണ്ട് തന്നെ, സ്നേഹം കൊണ്ട് തന്നെയാണ് എനിക്ക് ആ വീട്ടിൽ ഇതുവരെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത്. പിന്നെ ശാലിനി മേഡവും എന്നെ സഹായിക്കുകയാണ് ചെയ്തത്. ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്ത് എങ്കിലും അവസാനം എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ശാലിനി മേഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ ഈ ഇതിൽ എല്ലാത്തിലും നിരപരാധിയാണ്. വിഷ്ണുവേട്ടനെ വെറുതെ വിടണം എന്ന് മാത്രമേ എനിക്ക് കോടതിയോട് പറയാനുള്ളൂ എന്നിങ്ങനെ തൊഴുത് കാർത്തിക പറയുന്നുണ്ട്. അന്നേരം സത്യഭാമയൊക്കെ ആകെ, രോഹിത്തും വിഷ്ണുവും എല്ലാവരും അങ്ങ് ആകെ സന്തോഷത്തിലിരിക്കുകയാണ്. തുടർന്ന് അമീർ അബ്ദുള്ളക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ജഡ്ജി ചോദിക്കുമ്പോൾ നോ ക്രോസ് യുവർ ഓൺ എന്നും പറഞ്ഞ് അമീർ അബ്ദുള്ള ഇരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും എല്ലാം തെളിഞ്ഞു എന്നുള്ളതും തോറ്റു എന്നുള്ളതും അമീറിന് അവിടെ വ്യക്തമാവുകയാണ്. തുടർന്ന് അമീർ അബ്ദുള്ളയുടെ അടുത്തേക്ക് വന്നിട്ട് അർജുൻ തിരിച്ച് നേരത്തെ അമീർ അബ്ദുള്ള പറഞ്ഞതുപോലെ തിരിച്ച് അതേ ഒരു ടോണിൽ തന്നെ അർജുൻ പറയുന്നുണ്ട്, ഇപ്പോൾ മരിച്ചുപോയി എന്ന് പറയുന്ന കാർത്തികയെ ജീവനോട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സത്യം തെളിയിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഒന്നേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, ഈ കാർത്തിക ഒരു ഗോസ്റ്റ് ആണെന്ന് വരുത്തി തീർക്കണം. അതിപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു, അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്തേനെ. പക്ഷേ ഇത് സത്യസന്ധതയും പവിത്രവുമായുള്ള സത്യവുമൊക്കെ വിജയിക്കുന്ന കോടതി മുറിയായിപ്പോയി. ഒരു കേസ് ജയിക്കാനായിട്ട് അങ്ങേയറ്റം വരെ പോകുന്ന നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് ഇത് മാത്രമേ പറയാവുന്നുള്ളൂ, തികച്ചും ലജ്ജ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ അമീർ അബ്ദുള്ളയുടെ മുഖത്ത് നോക്കി അർജുൻ പറയുമ്പോൾ തല കുനിച്ചിരിക്കാനല്ലാതെ അമീറിന് വേറൊന്നും കഴിയുന്നില്ല. തുടർന്ന് അർജുൻ പറയുകയാണ്, എനിക്ക് കോടതി മുമ്പാകെ മറ്റൊന്നുകൂടി പറയാനുണ്ട്. ഒരു മധുശ്രീയിലും അവസാനിക്കുന്നതല്ല ഈ കുറ്റകൃത്യങ്ങൾ. മധുശ്രീക്ക് പിന്നിൽ വേറൊരു വ്യക്തമായ കറുത്ത കൈകൾ തന്നെയുണ്ട്. അതും ഒരു അധികാര കേന്ദ്രത്തിൽ ബാലിഷ്ടമായ കൈകളുള്ള, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ഞാൻ ക്രിമിനലാണ്, എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൻ്റെ ബാലിഷ്ടമായ കൈകളുള്ള ഒരാൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ചന്ദ്രബോസിനെ കുറിച്ചാണ് പറയുന്നത്. കുറേയേറെ വാചകങ്ങൾ അവിടെ ആ ഒരു വക്കീലിൻ്റെ ഭാഷയിൽ അർജുനങ്ങ് കത്തി കയറുന്നുണ്ട്. അന്നേരം ജഡ്ജി പറയുകയാണ്, ആളിനെക്കുറിച്ചുള്ള ആമുഖം കഴിഞ്ഞുവെങ്കിൽ ആളിൻ്റെ പേരങ്ങോട്ട് വ്യക്തമാക്കാം എന്ന് പറയുകയാണ്. അന്നേരം ഒരു ക്രിമിനലിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു അതിസാഹസം തന്നെയാണ്. പക്ഷേ അയാളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അധികാര കസേരയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആരും ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഭയക്കും. അത് സർവ്വ അധികാരങ്ങളുമുള്ള ആളാകുമ്പോൾ പേര് വെളിപ്പെടുത്താനായിട്ട് കുറച്ചുകൂടി സമയവും സാവകാശവും എന്നൊക്കെ പറഞ്ഞ് അർജുൻ വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് ഒരു പ്രസംഗം പോലെ അങ്ങോട്ട് നീണ്ടു പോവുകയാണ്. നല്ല കട്ടിയുള്ള കടുകടുത്ത വാക്കുകളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അന്നേരം അമീർ അബ്ദുള്ള അങ്ങോട്ട് ഒബ്ജക്ഷൻ എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് പറയുകയാണ്, അങ്ങനെ ഒരാൾ ഈ കേസിലില്ല, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഡിഫൻസ് കൗൺസിലിന് അതങ്ങോട്ട് പറഞ്ഞുകൂടെ, പറയാനായിട്ട് എന്താ ഇത്ര താമസം എന്ന് ചോദിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ നാവിൽ ആ ഒരു പേര് വന്നങ്ങോട്ട് നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം യുവർ ഓണർ എന്ന് പറഞ്ഞിട്ട് അർജുൻ പറയുകയാണ്. ഈ കേസിന് വിഷ്ണുവിനെ പ്രതിയാക്കി ലോക്കപ്പിൽ അടച്ചതും പിന്നീട് ഇതുവരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും നോട്ടോറിയസ് ക്രിമിനലായ പിന്നെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ചന്ദ്രബോസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രബോസിൻ്റെ നേരെ അങ്ങോട്ട് കൈ ചൂണ്ടുകയാണ് അർജുൻ അങ്ങോട്ട് കൈ ചൂണ്ടുന്നു. ആ ഒരു സീനൊക്കെ ആ കോടതിയിലെ രംഗങ്ങളും അർജുൻ കത്തി കയറുന്നതൊക്കെ കാണേണ്ടത് തന്നെയാണ്. അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ ഇങ്ങനെ കണ്ണൊക്കെ ചുമപ്പിച്ച് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് അങ്ങോട്ട് പാവത്തെ പോലെ എണീക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത് ഒക്കെ പച്ചക്കള്ളമാണ്, എനിക്ക് കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ പറയുന്നതുമായിട്ട് കേസിൻ്റെ ഭാഗമായിട്ട് വിഷ്ണുവിനോട് കുറച്ച് ഹാർഡായിട്ടും ബ്രൂട്ടലായിട്ടും ഒക്കെ പെരുമാറി. പക്ഷെ അതൊക്കെ എൻ്റെ കേസിൻ്റെ ഭാഗം മാത്രമാണ്, അല്ലാതെ എൻ്റെ ഈ കൈകൾ പരിശുദ്ധമാണ്, കണ്ണീർ ജലം പോലെ ഞാൻ പിന്നെ പരിശുദ്ധമാണ്, എൻ്റെ വാക്കുകൾ, എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഞാൻ അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട്. അതിന് മുന്നേ അർജുൻ പറയുന്നുണ്ട്, ചന്ദ്രബോസിൻ്റെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെയും എസ്റ്റേറ്റുകളുടെയും ഒക്കെ കണക്കൊക്കെ അവിടെ ചന്ദ്രബോസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് അന്നേരം പാവത്താനെ
പോലെ ഇങ്ങനെ ചന്ദ്രബോസ് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വിഷ്ണുവും കാർത്തികയും സത്യഭാമയും രോഹിത്തും എല്ലാവരും ഇങ്ങനെ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം പിന്നെ അർജുൻ പറയുകയാണ്, ACP പറഞ്ഞത് ഈ വാക്കുകൾ ഒരു ഏറ്റുപറച്ചിൽ പോലെ തന്നെയാണ്, പിന്നെ കണ്ണീർ ജലം പോലെ വാക്കുകളും കൈകളും ഒക്കെ ശുദ്ധം തന്നെയാണ്, പക്ഷേ ഇതിനുള്ളിൽ ഒരുപാട് കണക്കുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അർജുൻ വീണ്ടും വാദിച്ചു തുടങ്ങുമ്പോൾ ഈ അമീർ അബ്ദുള്ള പറയുകയാണ്, നിങ്ങൾ വെറുതെ എൻ്റെ സുഹൃത്താണെങ്കിൽ അർജുൻ ശങ്കർ എവിടെ നിന്നോ പഠിച്ചു വെച്ച കുറേ വാചകങ്ങൾ വെറുതെ ഇവിടെ വന്ന് കാണാപ്പാടം പറയുന്ന പോലെ പറയുകയാണ്. അങ്ങനെയൊക്കെ പിന്നെ കൈകടത്തലുകൾ ഉണ്ടെങ്കിൽ തെളിവ് സഹിതം ഹാജരാക്കണം. നിങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ സഹതാപമാണ് തോന്നുന്നത് മിസ്റ്റർ അർജുൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തെളിവ് ഹാജരാക്കാം എന്ന് പറഞ്ഞിട്ട് അർജുൻ പറയുകയാണ്, മൈലോട്ട് 7ാം സാക്ഷി പട്ടികയിൽ പേര് ചേർത്ത ശാലിനി, പിന്നെ ശാലിനിയുടെയും കാർത്തികയുടെയും ആ ഒഴുക്കിയ കണ്ണീരിനൊക്കെ ഈ ACPയുടെ കരങ്ങൾ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ശാലിനിയെ ജില്ലാ കളക്ടർ ശാലിനി ഒന്നുകൂടി വിസ്തരിക്കാനായിട്ട് അനുവദിക്കണമെന്ന് പറയുമ്പോൾ അതിനുള്ള അനുമതി ജഡ്ജി അവിടെ കൊടുക്കുകയാണ്. അർജുൻ ചോദിക്കുന്നുണ്ട് എന്താണ് പേരും ചോദിക്കുമ്പോൾ ശാലിനി വിഷ്ണു എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ജില്ലാ കളക്ടറാണ് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളിനെ അറിയാമോ ചോദിക്കുമ്പോൾ അറിയാം, എൻ്റെ ഹസ്ബൻഡാണ് എന്നിങ്ങനെ പറയുമ്പോൾ അമീർ അബ്ദുള്ള അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ ആണോ അല്ലയോ അത് കൂടി ഒന്ന് വ്യക്തമാക്കണോ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആണ് എന്നിങ്ങനെ ശാലിനി തറപ്പിച്ച് പറയുകയാണ്. അന്നേരം അമീർ അബ്ദുള്ള അവിടെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് കോടതിയോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് വിഷ്ണുവേട്ടനെ നിരപരാധിയായ വിഷ്ണുവേട്ടനെ ഒരു കള്ളക്കേസിൽ കൊടുക്കുകയും പിന്നീട് മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത ACP ചന്ദ്രബോസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ക്രൂരവും പൈശാചികമായ കാര്യങ്ങൾ തന്നെയാണ് ചന്ദ്രബോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഡിഫൻസ് വക്കീൽ ഇത്രയും വിശേഷണങ്ങൾ ചന്ദ്രബോസിന് കൊടുത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഈ കാർത്തികയെ കാണാതായതിനു ശേഷം കാർത്തികയുടെ ബ്രേസ്ലെറ്റ് എനിക്ക് കിട്ടിയത് ഈ മധുശ്രീയും ചന്ദ്രബോസും ചേർന്ന് കൂട്ടുകച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് കാർത്തികയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശാലിനി അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ അമീർ അബ്ദുള്ള എഴുന്നേൽക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഇതൊക്കെ ഇവിടെ ഓരോരുത്തരായിട്ട് പറഞ്ഞു നിർത്തിയ കാര്യങ്ങളല്ലേ, പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കോടതിയുടെ വിലപ്പെട്ട സമയത്തെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അർജുൻ തിരിയുകയാണ്, അമീർ അബ്ദുള്ളയ്ക്ക് നേരെ തിരിയുകയാണ്. അതെന്ന് പറയുകയാണ്, അപ്പോൾ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് അവസാനിപ്പിച്ചാൽ മതി എന്നാണല്ലേ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന കൂറ്റൻ മല അങ്ങോട്ട് കളിമണ്ണ് പോലെ അങ്ങോട്ട് ചിതറിയപ്പോൾ കോടതിയുടെ വിലപ്പെട്ട സമയത്തെ പിടിച്ചു കയറിയിരിക്കുകയാണല്ലേ. അതപ്പതിക്കാം, പക്ഷെ ഇങ്ങനെയും അതപ്പതിക്കരുത്, എനിക്ക് പുച്ഛം തോന്നുന്നു, ലജ്ജ തോന്നുന്നു, നാണക്കേട് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അമീർ അബ്ദുള്ള വായടച്ച് അവിടെ മിണ്ടാതിരിക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുകയാണ്, നിരവധി കേസുകൾ തെളിയിക്കുകയും അതിന് തുമ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്ത പോലീസ് ഓഫീസർമാർ നമുക്കുണ്ട്, പക്ഷെ അവരെയൊക്കെ അഭിനന്ദിക്കേണ്ട തന്നെയാണ്. പക്ഷേ അവർക്കൊക്കെ ഒരു അപമാനകരമാണ് ഈ ACP ചന്ദ്രബോസ് എന്ന് പറയുന്നത്, പോലീസ് സേനയ്ക്ക് മുഴുവൻ അപമാനം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് കത്തി കയറുമ്പോൾ ചന്ദ്രബോസ് അങ്ങോട്ട് കടിച്ചു പിടിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിപ്പിക്കാൻ നോക്കിയതും ഇയാളുടെ ഒരു പിന്നെ ഗൂഢാലോചന തന്നെയായിരുന്നു. എന്നിട്ട് അതിൽ ഈ അധികാരം ദുർവിനിയോഗം ചെയ്ത് നിയമം സംരക്ഷിക്കേണ്ട പോലീസുകാരനായ ACP ചന്ദ്രബോസ് എൻ്റെ അമ്മ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷ്ണുവേട്ടന് കൊടുക്കേണ്ട ഭക്ഷണത്തിൽ പോയിസൺ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതെനിക്ക് പറയാനായിട്ട് ലജ്ജ തോന്നുന്നു, ഒരു ജില്ലാ കളക്ടർ എന്ന രീതിയിൽ ലജ്ജ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങോട്ട് പറയുമ്പോൾ ഒബ്ജക്ഷൻ എന്നും പറഞ്ഞ് അങ്ങോട്ട് അമീർ അബ്ദുള്ള വീണ്ടും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് അമീർ ചോദിക്കുകയാണ്, ഈ ചെയ്തു എന്ന് പറയാനായിട്ട് എല്ലാവർക്കും സാധിക്കണം, അതിനെങ്കിലും തെളിവുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഈ അമീറാണ് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ അന്നേരം ഉണ്ട് യുവർ ഓണർ എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പിന്നെ ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് അന്തം വിടുന്നുണ്ട്. അന്നേരം സത്യഭാമ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. സത്യഭാമ നേരത്തെ പറഞ്ഞതൊക്കെ അവിടെ അങ്ങ് വെറുതെ ആയി പോവുകയാണല്ലോ. തുടർന്ന് വിഷ്ണുവും അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് അർജുനാണെങ്കിൽ തൻ്റെ ആ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പെൻഡ്രൈവ് എടുത്ത് ജഡ്ജിൻ്റെ മേശപ്പുറത്തേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ടും എന്ന് പറയുമ്പോൾ ആ ഒരു റിപ്പോർട്ടും എടുത്ത് അർജുൻ അവിടെ കോടതിക്ക് മുന്നാകെ ഹാജരാക്കുന്നുണ്ട്. അന്നേരം അമീർ അബ്ദുള്ള ആകെ തല താഴ്ത്തി തൻ്റെ സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. തുടർന്ന് അർജുനാണെങ്കിൽ അമീറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ മേശപ്പുറത്തേക്ക് 2 കൈയും കുത്തി നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, നേരത്തെ കേസുകൾ കുത്തിയിരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ കുത്തിയിരുന്ന് പഠിച്ച് തന്നെയാണ് പാസ്സായത്. അത് 1ാം ക്ലാസ്സിലും ഏത് ക്ലാസ്സിലായാലും, അല്ലാതെ കൈത്തലപ്പിലും ഷൂവിൻ്റെ അടിയിലും കൊണ്ടുപോയി ചെറിയ കഷ്ണം പേപ്പറിൽ എഴുതി കൊണ്ടുവച്ച് അതേപോലെ അല്ല പാസ്സായത് എന്നിങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് ആക്ഷേപിക്കുമ്പോൾ അമീർ അങ്ങ് ആകെ തല ഉന്നിച്ച് അങ്ങ് ലജ്ജിച്ചിരിക്കുകയാണ്.
തുടർന്ന് അർജുൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ഈയിടെ അമീറിനെതിരെ എന്തൊക്കെയോ ആരോപണങ്ങൾ ഉയർന്നു വന്നല്ലോ, അതൊക്കെ ഇങ്ങോട്ട് കെട്ടടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ അമീർ ഇങ്ങനെ നോക്കിയാണ്. അന്നേരം ചുമ്മാ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അർജുൻ തൻ്റെ സീറ്റിലേക്ക് പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് രൂക്ഷമായ നോട്ടം ഇങ്ങനെ അമീറിനെ നോക്കുന്നുണ്ട്. പക്ഷേ അമീർ അവിടെ ആകെ പെട്ട് തലവുഞ്ചിരിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. തുടർന്ന് ജഡ്ജി ആണെങ്കിൽ തെളിവുകളെല്ലാം അവിടെ പരിശോധിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഇതിന് നിസ്സഹായമായിട്ട് ആകെ സന്തോഷവും തന്നെയാണ്. ശാലിനി ഇങ്ങനെ നോക്കിയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ എല്ലാം ശരിയായെന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസും മധുശ്രീയും അവിടെ പെട്ടിരിക്കുന്നുണ്ട്. സത്യഭാമയും രോഹിത്തും ഒക്കെ സന്തോഷം തന്നെയാണ്. പക്ഷേ സത്യഭാമയുടെ മുഖത്തൊരു വിഷമമൊക്കെ ഉണ്ട്. ശാലിനിയാണ് വിഷം ചേർത്ത് കൊല്ലാൻ നോക്കിയത്, ശാരദാമ്മയാണെന്നൊക്കെ അവിടെ പറയുകയുണ്ടായല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ ശാലിനി തെളിയിച്ചിരിക്കുകയാണ്. ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇതൊരു കിടിലൻ എപ്പിസോഡ് തന്നെയായിരുന്നു. അർജുൻ ശങ്കർ ആണെങ്കിൽ കോടതിയിൽ കത്തിക്കേറിയതൊക്കെ കാണേണ്ടത് തന്നെയാണ്. കറക്റ്റ് ഡയലോഗല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതെല്ലാം അടിപൊളി സീനുകളായിരുന്നു. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് വന്നിട്ടില്ല, എന്താണ് വരാത്തതെന്ന് അറിയില്ല. വരികയാണെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.